നമസ്കാരം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ പുസ്തകം നിങ്ങൾ മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പഴയതുപോലെ ആയിരിക്കില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മനസ്സ്, അതായത് നിങ്ങളുടെ ബോധാവസ്ഥയുടെ ഏറ്റവും ഉയർന്ന നില, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എങ്ങനെ നൽകുമെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും. പണം, സ്നേഹം, വിജയം, സമാധാനം, എന്തും. നിങ്ങൾ വെറുതെ ജീവിച്ചു മരിക്കാൻ വേണ്ടിയല്ല ജനിച്ചത്. നിങ്ങൾ ഒരു സാധാരണ ജീവിയല്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് ജോലിക്ക് പോയി വിഷമിച്ചു പിന്നെ ക്ഷീണിച്ച് ഉറങ്ങാൻ പോകുന്നു. അല്ല, പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഊർജ്ജവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിർഭാഗ്യവശാൽ മിക്ക ആളുകളും ഈ ശക്തിയെ ജീവിതകാലം മുഴുവൻ തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ 5 മുതൽ 10% വരെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതും ഏറ്റവും ശക്തവുമായ ഭാഗമാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ദിശ നിർണ്ണയിക്കുന്നത് ഈ ഭാഗമാണ്. ആശയങ്ങൾ ഊർജ്ജമായി മാറുന്നതും ഊർജ്ജം യാഥാർത്ഥ്യമായി മാറുന്നതും ഈ കേന്ദ്രത്തിൽ നിന്നാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആ ഭാഗത്തെ ഉണർത്തിയാൽ, അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ പഠിച്ചാൽ എന്തു മാറ്റങ്ങൾ വരും? ഉത്തരം: എല്ലാം. ചില ആളുകൾക്ക് പ്രത്യേക കഴിവുകളോ വിഭവങ്ങളോ ഇല്ലാതെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറുവശത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ചിലർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ഇത് ഭാഗ്യമല്ല, ഇത് സൂപ്പർ കോൺഷ്യസിന്റെ കളിയാണ്. ഇത് അറിയാതെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ അവർ അത് ചെയ്യുന്നുണ്ട്. അവർക്ക് ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഏറ്റവും പ്രധാനമായി അവരെ ആ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഊർജ്ജവും. സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഒരു മാന്ത്രികതയല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, പക്ഷേ അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്താനുള്ള കല നിങ്ങൾ പഠിക്കുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ ബോധത്തെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പരിമിതമായ ബോധം എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഭയപ്പെടുന്ന, സംശയിക്കുന്ന, പരിമിതികളിൽ ജീവിക്കുന്ന ബോധം. എന്നാൽ സൂപ്പർ കോൺഷ്യസ് ഇവക്കെല്ലാം മുകളിലാണ്. അവിടെ ഭയമില്ല. അസാധ്യം എന്ന വാക്കിന് ഒരു അർത്ഥവുമില്ല. അവിടെ അതെ എന്നു മാത്രം. അതെ, ഇത് സാധ്യമാണ്. അതെ, ഇത് എന്റേതാണ്. അതെ, ഞാനിതിന് യോഗ്യനാണ്. എന്നാൽ ഈ ശക്തി വെറുതെ തുറക്കില്ല. അതിനായി നിങ്ങൾ സ്വയം മാറണം. നിങ്ങളുടെ ചിന്തകളുടെ ഭാഷ, നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എല്ലാം. ആദ്യത്തെ പടി ഈ ശക്തി നിങ്ങളിലുണ്ടെന്ന് അംഗീകരിക്കുക എന്നതാണ്. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് കരുതുന്നിടത്തോളം കാലം നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് നിശബ്ദമായിരിക്കും. എന്നാൽ നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ അപരിമിതനാണ്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും, എന്റെ ചിന്തകളാണ് എന്റെ യാഥാർത്ഥ്യം, അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ തരംഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ തരംഗം എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും മാറ്റുകയും ചെയ്യുന്ന അതേ പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധപ്പെടുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആസ് വിതിൻ സോ വിതൗട്ട്. ആസ് വിതിൻ സോ വിതൗട്ട്. അതായത് അകത്ത് എന്താണോ അത് തന്നെ പുറത്തും കാണും. നിങ്ങളുടെ ഉള്ളിൽ ശൂന്യതയാണെങ്കിൽ ജീവിതത്തിൽ ഇല്ലായ്മയാണ് കാണുക. ഉള്ളിൽ ഭയമാണെങ്കിൽ പുറത്ത് തടസ്സങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുടെ അനുഭവം, വ്യക്തത, നിശ്ചയദാർഢ്യം, കാഴ്ചപ്പാട് എന്നിവയുണ്ടെങ്കിൽ പുറംലോകം നിങ്ങൾക്ക് വഴിയൊരുക്കും, സഹകരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കും. സൂപ്പർ കോൺഷ്യസ് ഒരു സങ്കല്പമല്ല. അത് അത്ഭുതങ്ങൾ ജനിക്കുന്ന, ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാതിലാണ്. ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ ലഭിച്ചതും, ടെസ്ലയ്ക്ക് തന്റെ കണ്ടുപിടുത്തങ്ങൾ ലഭിച്ചതും, ശ്രീരാമകൃഷ്ണ പരമഹംസന് ബ്രഹ്മത്തെ അനുഭവിച്ചതും, സ്റ്റീവ് ജോബ്സിന് ആപ്പിൾ സ്വപ്നം ലഭിച്ചതും ഈ സ്ഥലത്തുവച്ചാണ്. ഇവർ വ്യത്യസ്തരായ ആളുകളായിരുന്നില്ല. അവർക്ക് ഒരേയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഉള്ളിലേക്കിറങ്ങാൻ ധൈര്യപ്പെട്ടു. അവർ സൂപ്പർ കോൺഷ്യസിനെ തിരിച്ചറിയുകയും അതിനെ ഉണർത്തുകയും ചെയ്തു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായിത്തീരുന്നു. ഇത് വെറും പുസ്തകങ്ങളിലെ വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ്. ഇതിനെ ലോ ഓഫ് അസംഷൻ അല്ലെങ്കിൽ ധാരണയുടെ നിയമം എന്ന് വിളിക്കുന്നു. ഈ നിയമമനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കൂ. ഇതിനർത്ഥം വളരെ ലളിതമാണ്. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് കരുതുന്നുവെങ്കിൽ ലോകവും നിങ്ങളെ ചെറുതായി കാണും. നിങ്ങൾ ഉള്ളിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വഴികൾ തുറക്കും. എന്നാൽ നിങ്ങൾ സ്വയം ഒരു പരാജയമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ ഊർജ്ജവും ചിന്തകളും, നിങ്ങളുടെ മുഴുവൻ സിസ്റ്റവും നിങ്ങളെ പിന്നോട്ട് വലിക്കും. പലരും കരുതുന്നത് അവർ ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലും നേടണം, എന്നിട്ടേ അവർക്ക് സ്വയം എന്തെങ്കിലും ആകാൻ കഴിയൂ എന്നാണ്. എന്നാൽ ലോ ഓഫ് അസംഷൻ പറയുന്നത് ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് ആ കാര്യം നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും എന്നാണ്. ഇവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുന്നത്. അവർ പറയുന്നു, എനിക്ക് കോടികൾ ലഭിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ധനികനായി കണക്കാക്കും, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ സ്വയം കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കും. എന്നാൽ പ്രപഞ്ചം ഈ രീതിയിൽ പ്രവർത്തിക്കില്ല. അത് നിങ്ങളുടെ സാഹചര്യങ്ങളോടല്ല, നിങ്ങളുടെ ബോധത്തോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതുതന്നെ പുറത്ത് സംഭവിക്കും.
നിങ്ങൾക്ക് ഒരു മാന്ത്രിക കണ്ണാടിയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മുഖം കാണിക്കുന്നു. നിങ്ങൾ സ്വയം തകർന്നവനും ദുർബലനും പരാജയപ്പെട്ടവനുമായി കരുതുന്നുവെങ്കിൽ ആ കണ്ണാടി അത് കാണിക്കും. നിങ്ങളുടെ ജീവിതവും അതുപോലെയായി മാറും. എന്നാൽ നിങ്ങൾ സ്വയം ഒരു വിജയി, ആത്മവിശ്വാസമുള്ളവൻ, ശക്തനെന്ന് കരുതുന്നുവെങ്കിൽ അതേ പ്രതിച്ഛായ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഇതാണ് ലോ ഓഫ് അസംഷന്റെ ശക്തി. നിങ്ങളുടെ സ്വത്വമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ നിയമം എങ്ങനെ സ്വീകരിക്കാം? അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെ തുടങ്ങുന്നു. സത്യസന്ധമായി സ്വയം ചോദിക്കുക, എന്നെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ സ്വയം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കിത്രയും സമയമില്ല, എന്റെ ഭാഗ്യം മോശമാണ്. അതെ എന്നാണെങ്കിൽ നിങ്ങൾ അറിയാതെ സ്വയം പരാജയത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് മനസ്സിലാക്കുക. ആ പഴയ ചിന്താഗതിയെ തകർക്കാനുള്ള സമയമാണിത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം സ്വയം പറയുക, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ എന്റേതാണ്. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മനസ്സിൽ വിതയ്ക്കുന്ന വിത്തുകളാണ്. വിത്ത് എങ്ങനെയോ അതുപോലെയായിരിക്കും ഫലം. എന്റെ വിജയം ഉറപ്പാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഊർജം ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അവസരങ്ങൾ തനിയെ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരും. ലോ ഓഫ് അസംഷന്റെ അത്ഭുതം ഇതാണ്. അത് ഒരു തെളിവിനായി കാത്തിരിക്കുന്നില്ല. അത് പറയുന്നു, നീ ആദ്യം വിശ്വസിക്കൂ, പ്രപഞ്ചം പിന്നീട് തരും. അതായത് നിങ്ങളുടെ വിശ്വാസം ആദ്യം, അതിന്റെ ഫലം പിന്നീട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ആത്മവിശ്വാസമുള്ള, വ്യക്തമായ ചിന്താഗതിയുള്ള, ഏത് സാഹചര്യത്തെയും ജയിക്കാൻ കഴിയുന്ന ഒരാളായി സ്വയം വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരഭാഷ മാറില്ലേ? നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും ഊർജ്ജവും മാറില്ലേ? ഇതെല്ലാം മാറുമ്പോൾ നിങ്ങളുടെ ഫലങ്ങളും മാറില്ലേ? ഈ നിയമം മനസ്സിലാക്കിയ ആളുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു, പക്ഷേ നിശബ്ദമായി. അവർക്ക് ഉള്ളിൽ ഒരു അചഞ്ചലമായ വിശ്വാസമുണ്ട്. ഞാൻ ആകാൻ വന്നത് ഞാൻ ആയിക്കഴിഞ്ഞു. പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് പ്രശ്നമില്ല, കാരണം അവരുടെ ഉള്ളിൽ നേരത്തെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വികാരം. എല്ലാ മനുഷ്യരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. ചിലർക്ക് പണം വേണം, ചിലർക്ക് സ്നേഹം, ചിലർക്ക് ബഹുമാനം, ചിലർക്ക് സ്വാതന്ത്ര്യം, ചിലർക്ക് സമാധാനം. എന്നാൽ സത്യം പറഞ്ഞാൽ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. എന്നാൽ അവരിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നേടാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട്? കാരണം അവരുടെ ആഗ്രഹത്തോടൊപ്പം ആ തീയില്ല, ആ വികാരമില്ല. അത് ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. എനിക്ക് ധനികനാകണം എന്ന് വെറുതെ വാക്കുകളിൽ പറയുന്നത് പ്രപഞ്ചത്തിന് ഒരു സന്ദേശവും അയക്കില്ല. എന്നാൽ അതേ ആഗ്രഹം നിങ്ങളുടെ രക്തത്തിൽ ഓടാൻ തുടങ്ങുമ്പോൾ, അത് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അലിയുമ്പോൾ, അത് നിങ്ങളുടെ ഉറക്കം കെടുത്തി നിങ്ങളെ അസ്വസ്ഥനാക്കുമ്പോൾ പ്രപഞ്ചം അത് കേൾക്കുന്നു. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് ഈ അധ്യായത്തിന്റെ അടിസ്ഥാനമായ ഫോർമുല. ആഗ്രഹം പ്ലസ് വികാരം സമം യാഥാർത്ഥ്യം. ആഗ്രഹം ഒറ്റയ്ക്ക് അപൂർണമാണ്. വികാരം അതിന് ചലനം നൽകുന്നു, ഊർജം നൽകുന്നു, പ്രപഞ്ചത്തിലെത്തുന്ന ഒരു വൈബ്രേഷൻ നൽകുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു സാധാരണ ചിന്തയിൽ നിന്ന് ഒരു ശക്തമായ കൽപ്പനയാക്കി മാറ്റുന്നത് ഈ വികാരമാണ്. പ്രപഞ്ചത്തിന് ഭാഷ മനസ്സിലാക്കില്ല, അതിന് വൈബ്രേഷൻ മനസ്സിലാകും. വികാരമാണ് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട് മുഴുവൻ അസ്തിത്വത്തിലും മുഴങ്ങുന്ന ആ വൈബ്രേഷൻ. നിങ്ങൾ ജീവിതത്തിൽ വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചെന്ന് സങ്കൽപ്പിക്കുക. ഈ തീരുമാനം മനസ്സിൽ മാത്രമാണെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകും. എന്നാൽ ഈ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിലിറങ്ങി എല്ലാ ദിവസവും ആ ചിന്തയോടെ നിങ്ങൾ ഉണരാൻ തുടങ്ങിയാൽ, എല്ലാ രാത്രിയും അതിനൊപ്പം ഉറങ്ങാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നിങ്ങൾ അതിനനുസരിച്ച് മാറ്റാൻ തുടങ്ങും. നിങ്ങൾ സ്വയം മാറാൻ തുടങ്ങും. ഈ മാറ്റവും ഈ വികാരവുമാണ് പ്രപഞ്ചത്തിന്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്, എന്നാൽ അതിന്റെ ശക്തി വർദ്ധിക്കുന്നത് നിങ്ങൾ അതിൽ വികാരങ്ങളുടെ ഒഴുക്ക് ചേർക്കുമ്പോഴാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നത് ഈ അഭിനിവേശമാണ്. ചരിത്രം സൃഷ്ടിച്ച ആളുകൾ വെറും മിടുക്കരായിരുന്നില്ല. അവർ അവരുടെ ആഗ്രഹങ്ങളുമായി വൈകാരികമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നു. തോമസ് എഡിസൺ 1000 തവണ പരാജയപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ അത്രയും തീയുണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ബൾബ് ഉണ്ടാക്കാത്ത 1000 വഴികൾ പഠിച്ചു. നെൽസൺ മണ്ടേല 27 വർഷം ജയിലിൽ കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആഗ്രഹം അദ്ദേഹത്തെ തകർക്കാൻ കഴിയാത്തത്ര വികാരഭരിതമായിരുന്നു. ധീരുഭായ് അംബാനി ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് തുടങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ തീ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ചരിത്രം മാറ്റിമറിച്ചു. വികാരമില്ലാത്ത ആഗ്രഹം ഒരു പൊള്ളയായ ശബ്ദമാണ്. അത് സ്വയം കേൾക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഒരു സ്വപ്നത്തിനു വേണ്ടി നിങ്ങൾ കരയുമ്പോൾ, ആ ലക്ഷ്യത്തെ സങ്കൽപ്പിക്കുന്നതിൽ നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുമ്പോൾ, ആ ലക്ഷ്യത്തിനു വേണ്ടി ഹൃദയം മിടിക്കുമ്പോൾ, ആ ഊർജം നിങ്ങളുടെ ശരീരം മുഴുവൻ മാറ്റുന്നു. നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരരീതി, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ വിശ്വാസം എല്ലാം ആ വികാരത്തിന്റെ തിരമാലയിൽ ഒഴുകാൻ തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്.
പലരും കരുതുന്നത് ഞാൻ വിജയിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുമെന്നാണ്. എന്നാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് നിങ്ങൾ അത്തരം വികാരത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വിജയം നിങ്ങളിലേക്ക് വരും എന്നാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അത് അനുഭവിക്കുക. ആദ്യം ആ കാര്യം നിങ്ങളുടെ പക്കലുണ്ടെന്ന് മനസ്സിൽ വികാരം നിറയ്ക്കുക. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ ഇപ്പോൾ മുതൽ ഒരു ധനികനെപ്പോലെ നടക്കുക, ചിന്തിക്കുക, അനുഭവിക്കുക. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്വയം സ്നേഹിക്കുക. വികാരമാണ് പ്രപഞ്ചത്തിന് ദിശ നൽകുന്ന സൂചന. ഇത് ഒരു റേഡിയോ പോലെയാണ്. നിങ്ങളുടെ ട്യൂണിംഗ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ സ്റ്റേഷൻ ലഭിക്കില്ല. നിങ്ങൾ പറയുന്നു എനിക്ക് ഇത് വേണം, എന്നാൽ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഭയവും സംശയവും നിരാശയും തോന്നുന്നു. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തേക്കാൾ ആ സംശയത്തിന്റെ ഊർജ്ജത്തെ പിടിച്ചെടുക്കും. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും ആഴത്തിലുള്ള അഭിനിവേശത്തോടെയും ഇത് എന്റേതാണ്, ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളെ അനുസരിക്കുന്നതിനായി സ്വയം മാറ്റാൻ തുടങ്ങും. കണ്ണുകളടച്ച് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇതുവരെ നിങ്ങളുടെ ലക്ഷ്യം മാത്രമായിരുന്ന ആ കാറിന്റെ സ്റ്റിയറിംഗ് നിങ്ങൾ പിടിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ കേൾക്കുന്ന ആ വേദിയിൽ നിങ്ങൾ നിൽക്കുന്നു. ജനലുകളിലൂടെ വെളിച്ചം വീഴുന്ന ആ വീട്ടിലാണ് നിങ്ങൾ. ആ വീട് വെറും ഇഷ്ടികകൾ കൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതൊരു സങ്കല്പമല്ല, ഇത് വിഷ്വലൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇതിന് നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മനസ്സുമായി നേരിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയതെല്ലാം ആദ്യം ഒരു ചിന്തയായിരുന്നു. ഇന്ന് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാറ്റിന്റെയും വിത്ത് ഒരു ചിന്തയാണ്. എന്നാൽ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറുന്നത് നിങ്ങൾ അവയെ കാണാനും അനുഭവിക്കാനും ജീവിക്കാനും കഴിയുമ്പോഴാണ്. വിഷ്വലൈസേഷന്റെ അതിശയകരമായ ശക്തി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. ശാസ്ത്രവും ആത്മീയതയും രണ്ടും വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും മുഴുവൻ വികാരത്തോടെ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെ യഥാർത്ഥമായി കണക്കാക്കുന്നു. തലച്ചോറ് അത് വിശ്വസിക്കുമ്പോൾ ശരീരവും ഊർജ്ജവും മുഴുവൻ പ്രപഞ്ചവും ആ ചിന്തയെ യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി വെറും 5 മിനിറ്റ്. ഇതാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടത്. 5 മിനിറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ശാന്തമായി കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മാത്രം കാണുക. നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ സ്വയം നേരത്തെ വിജയിച്ചവനായി കാണുക. നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഓഫീസിലെ കസേരയിലിരിക്കുന്നതായി സ്വയം അനുഭവിക്കുക. നിങ്ങൾക്ക് സ്വപ്നങ്ങളിലെ ഒരു കാറിൽ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്റ്റിയറിംഗ് പിടിക്കുക, അതിന്റെ മണം അനുഭവിക്കുക, അതിലെ സംഗീതം കേൾക്കുക, അതിന്റെ വേഗത അനുഭവിക്കുക. നിങ്ങൾക്ക് ഒരു ബന്ധമാണ് വേണ്ടതെങ്കിൽ ആ വ്യക്തിയുമായി സംസാരിക്കുന്നതായി അനുഭവിക്കുക, ഒരുമിച്ച് ചിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം. ഇവയെല്ലാം നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസിന് ചിത്രങ്ങൾ അയക്കുന്നു. അത് അവയെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ തുടങ്ങുന്നു. കാരണം സൂപ്പർ കോൺഷ്യസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് സത്യമാണെന്ന് അത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ പെരുമാറ്റത്തെ എല്ലാം ആ സത്യത്തിനനുസരിച്ച് മാറ്റുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതാണ്. നിങ്ങൾ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും അനുഭവിക്കുമ്പോൾ പ്രപഞ്ചവും ആ ദിശയിൽ ഊർജ്ജമയക്കാൻ തുടങ്ങുന്നു. കായിക താരങ്ങൾ, അഭിനേതാക്കൾ, ശാസ്ത്രജ്ഞർ, സംരംഭകർ എല്ലാവരും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. മൈക്കൽ ഫെൽപ്സ് ഓരോ ഓട്ടത്തിനും മുൻപ് സ്വയം വിജയിയെപ്പോലെ നീന്തുന്നത് കണ്ടു. വിരാട് കോഹ്ലി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റൺസ് നേടുന്നതായി നേരത്തെ കാണാറുണ്ടെന്ന്. ജിം കാരിക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാ ദിവസവും ഹോളിവുഡ് താരങ്ങൾക്കിടയിൽ സ്വയം കണ്ടു. ഒരു ദിവസം അത് യാഥാർത്ഥ്യമായി. പക്ഷെ കാര്യം വെറും കാണുന്നതല്ല, അത് അനുഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾ വെറും കാണുമ്പോൾ തലച്ചോറ് ഉപരിപ്ലവമായി പ്രതികരിക്കുന്നു. എന്നാൽ നിങ്ങൾ അത് നിങ്ങളുടെ പക്കലുണ്ടെന്ന് അനുഭവിക്കുമ്പോൾ, നിങ്ങൾ അതിൽ ജീവിക്കുന്നത് പോലെ നിങ്ങളുടെ ബോധം ആഴത്തിൽ പോയി ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ വൈബ്രേഷൻ, ഈ ഫ്രീക്വൻസി പ്രപഞ്ചത്തിന് സൂചനയയക്കുന്നു. ഇത് എന്റേതാണ്, ഇത് നേരത്തെ എന്റേതാണ്. ഉള്ളിലെ ശബ്ദത്തെ നിശബ്ദമാക്കുക. എല്ലാ മനുഷ്യർക്കും ഉള്ളിലൊരു ശബ്ദമുണ്ട്. ഓരോ പുതിയ ചുവടിലും അത് മന്ത്രിക്കുന്നു, നിനക്കിത് ചെയ്യാൻ കഴിയില്ല. അത് പറയുന്നു, ആളുകൾ എന്തു പറയും, നീ നേരത്തെയും പരാജയപ്പെട്ടിട്ടില്ലേ, നിന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, നീ എന്താ പ്രത്യേകതയുള്ളവൻ, ഇത് നിനക്ക് ചെയ്യാൻ കഴിയില്ല. എത്രയോ സ്വപ്നങ്ങളെ തകർക്കാൻ നിർബന്ധിതമാക്കിയ, എത്രയോ പ്രതിഭകളെ കൂട്ടിലടച്ച, എത്രയോ ഹൃദയങ്ങളെ സ്വയം സംശയിക്കാൻ പഠിപ്പിച്ച അതേ ശബ്ദമാണിത്. ഏറ്റവും അപകടകരമായ കാര്യം, ഈ ശബ്ദം പുറത്തുനിന്ന് വരുന്നതല്ല, അത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്ന് ഉയരുന്നു. ഇത് നമ്മുടെ ഉള്ളിലെ വിമർശകൻ, ഇന്നർ ക്രിട്ടിക് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നതാണ്. ഇത് നമ്മുടെ പഴയ പരാജയങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ, ബാല്യകാലത്തിലെ കാര്യങ്ങൾ, നെഗറ്റീവ് അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് ജനിക്കുന്നു. ആരെങ്കിലും നമ്മളോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ, നീ മോശമാണ്, നീ പിന്നിലാണ്, നീ ഒരിക്കലുമൊന്നും ആകില്ല, പതുക്കെ നമ്മൾ ആ കാര്യങ്ങൾ സ്വയം പറയാൻ തുടങ്ങുന്നു. ഈ ശബ്ദം ഇത്ര സാധാരണമായി തീരുന്നു, നമ്മൾ അതിനെ വെല്ലുവിളിക്കുന്നത് തന്നെ നിർത്തുന്നു.
അത് ഓരോ തവണയും നമ്മളെ പിന്നോട്ട് വലിക്കുന്നു, നമ്മളത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ ശബ്ദത്തെ നിശബ്ദമാക്കാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശബ്ദം നിങ്ങളല്ല. ഇത് നിങ്ങളുടെ അനുഭവങ്ങളുടെ നിഴലാണ്, നിങ്ങളുടെ സ്വത്വമല്ല. നിങ്ങളിത് തിരിച്ചറിയുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറും. കാരണം നിങ്ങൾ സ്വയം തടസ്സപ്പെടുത്തുമ്പോഴെല്ലാം, എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ഭയപ്പെടുമ്പോഴെല്ലാം, നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കള്ളശബ്ദത്തിനു മുന്നിൽ വഴങ്ങുകയാണ്. എന്നാൽ നിങ്ങൾ അതിനോട് ഉത്തരം പറയാൻ തുടങ്ങിയാലോ? ഓരോ തവണയും അത് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറച്ചു പറയുക, മിണ്ടാതിരിക്കൂ, ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്, എനിക്ക് കഴിയും, ഞാൻ ചെയ്യും. ഇത് ഒരു നാടകമല്ല, ഇത് റീപ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളുടെ തലച്ചോറിൽ എത്ര തവണ നെഗറ്റീവ് കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ, ഇപ്പോൾ അത്രയും തവണ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് അതിനെ നേരിടണം. ഉള്ളിൽ നിന്ന് നീ ദുർബലനാണ് എന്ന് ശബ്ദം വരുമ്പോൾ നിങ്ങൾ പറയുക, ഞാൻ ശക്തിയാണ്. അത് നിനക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുക, എനിക്ക് വേണ്ടതെല്ലാം എന്റെ പക്കലുണ്ട്. അത് നീ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുക, ഓരോ പരാജയവും എന്റെ തയ്യാറെടുപ്പാണ്, ഇപ്പോൾ ഞാൻ തയ്യാറാണ്. പതുക്കെ ഈ വിമർശകന്റെ ശബ്ദം ദുർബലമാകുന്നത് നിങ്ങൾ കാണും. അത് നിങ്ങളെ നിയന്ത്രിക്കില്ല, മറിച്ച് നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. നന്ദിയുടെ ശക്തി. നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ പക്കൽ മെനു ഉണ്ട്, വെയിറ്റർ നിങ്ങളുടെ ഓർഡറിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കൊരു പനീർ ബട്ടർ മസാലയും 2 തന്തൂരി റോട്ടിയും വേണം. എന്നിട്ട് നിങ്ങൾ ആശ്വാസത്തോടെയിരിക്കുന്നു. ഭക്ഷണം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ആശങ്കയില്ല. നിങ്ങൾ അടുക്കളയിൽ പോയി പരിശോധിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും വെയിറ്ററോട് ചോദിക്കുന്നില്ല, തീർച്ചയായും വരുമോ? എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, ഭക്ഷണം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം ആരംഭിക്കുന്നത്. തങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയാത്ത ആളുകൾ പലപ്പോഴും ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അവർ ഇപ്പോഴും തങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. അവർ ചിന്തിക്കുന്നു, അയ്യോ, എന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ, എനിക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അയ്യോ, എനിക്ക് അത്രയും സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ ഈ അയ്യോ എന്ന വികാരത്തിൽ ഒരു കുറവിന്റെ ഊർജ്ജം ഒളിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചം ഒരു കുറവിന്റെ വികാരത്തോടും പ്രതികരിക്കുന്നില്ല. പ്രപഞ്ചം പ്രതികരിക്കുന്നത് വൈബ്രേഷൻ എന്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ അധ്യായം പറയുന്നത്, എല്ലാം ലഭിച്ചതുപോലെ ജീവിക്കുക. ഇതിനർത്ഥം നിങ്ങൾ കള്ളം പറയണമെന്നോ കാണിക്കണമെന്നോ അല്ല. അതിനർത്ഥം നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ചിന്ത എന്നിവ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. അവിടെ നിങ്ങൾ സ്വയമെല്ലാം നേടിയ ഒരാളെപ്പോലെ കാണാൻ തുടങ്ങുന്നു. ഇതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുന്ന വ്യക്തിയെപ്പോലെ സ്വയം ആദ്യം അനുഭവിക്കുക. നിങ്ങൾ സ്വയം ദരിദ്രനാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളും ചിന്തകളും വികാരങ്ങളും അതേ ദാരിദ്ര്യത്തിന്റെ ഊർജ്ജത്തിൽ തുടരും. ഈ ഊർജ്ജം അതേ നിലയിലുള്ള കാര്യങ്ങളെ ആകർഷിക്കും: പോരാട്ടം, ഭയം, ഇല്ലായ്മ, അരക്ഷിതാവസ്ഥ. എന്നാൽ നിങ്ങൾ സ്വയം സമ്പന്നനാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള എല്ലാത്തിനും, വരാൻ പോകുന്ന എല്ലാത്തിനും, നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളൊരു ഊർജ്ജമണ്ഡലത്തിൽ പ്രവേശിക്കുന്നു. അവിടെ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നു. ഇന്നു മുതൽ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങണം: എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുമായിരുന്നു? ഞാൻ എങ്ങനെ നടക്കുമായിരുന്നു? ഞാൻ എങ്ങനെ സംസാരിക്കുമായിരുന്നു? ഞാൻ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു? എന്നിട്ട് ആ ഉത്തരത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. നിങ്ങൾ സ്വയം ആ അവസ്ഥയിൽ ജീവിക്കുന്നതായി കാണുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ബോധവും, നിങ്ങളുടെ ഊർജ്ജവും, നിങ്ങളുടെ ചിന്തകളും ആ ദിശയിലേക്ക് മാറാൻ തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് അത്ഭുതം തുടങ്ങുന്നത്. ജിം കാരിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും അദ്ദേഹം സ്വയം ഒരു വിജയകരമായ നടനായി അനുഭവിക്കുമായിരുന്നു. അദ്ദേഹം തനിക്കായി $10 മില്യൺ ഒരു ചെക്ക് എഴുതി. അതിൽ അഭിനയ സേവനങ്ങൾക്ക് എന്നെഴുതി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിന് അത്രയും ഫീസ് ലഭിച്ചു. അദ്ദേഹം അത് ഭ്രാന്തനായതുകൊണ്ടല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം സ്വയം നേരത്തെ അവിടെ കാണാൻ തുടങ്ങിയതുകൊണ്ടാണ്. അദ്ദേഹം താനാകാൻ ആഗ്രഹിച്ച വ്യക്തിയായി തന്റെ സ്വത്വം മാറ്റി. ഈ തത്വം എല്ലാവർക്കും പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരു ചെറിയ പട്ടണത്തിലാണെങ്കിലും, ഒരു മുറി വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണെങ്കിലും, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്താണെന്ന് പ്രപഞ്ചം കാര്യമാക്കുന്നില്ല. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഊർജ്ജം എന്താണെന്ന് കാര്യമാക്കുന്നു. അതിനാൽ നിങ്ങൾ ഒരു ധനികനെപ്പോലെ നടക്കുമ്പോൾ, ഒരു വിജയിയെപ്പോലെ സംസാരിക്കുമ്പോൾ, ഒരു കഴിവുള്ളവനെപ്പോലെ ചിന്തിക്കുമ്പോൾ, പ്രപഞ്ചം നിങ്ങൾക്ക് അതേ അവസരങ്ങളും ആളുകളെയും സാഹചര്യങ്ങളെയും നൽകാൻ തുടങ്ങുന്നു. ഏറ്റവും മനോഹരമായ കാര്യം, നിങ്ങൾക്ക് ഈ മാറ്റം ഇപ്പോൾ മുതൽ തുടങ്ങാൻ കഴിയും. ആരുടെയും അനുമതി ആവശ്യമില്ല, പണം ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം മാത്രം മാറ്റിയാൽ മതി. പ്രപഞ്ചം ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അത് എല്ലാ സമയത്തും തരംഗങ്ങൾ, ഫ്രീക്വൻസികൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ആ സ്റ്റേഷനിലേക്ക് ഒരു സിഗ്നൽ പോലെ പോകുന്നു.
എന്നാൽ ഈ റേഡിയോ ട്യൂൺ ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ ബട്ടൺ നന്ദി പറയുന്നതാണ്. നന്ദി പറയുക, നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾ നേടാൻ പോകുന്ന കാര്യങ്ങൾക്കും. ആളുകൾ പലപ്പോഴും കരുതുന്നത് വിജയം, പണം, സ്നേഹം എന്നിവ ലഭിക്കുമ്പോൾ അവർ സന്തോഷിക്കുമെന്നും നന്ദി പറയുമെന്നുമാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ ക്രമം മറിച്ചാണ്. ഇവിടെ നിങ്ങൾ ആദ്യം നന്ദി പറയുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ലഭിക്കുന്നു. ഇതൊരു വൈകാരിക നാടകമല്ല, മറിച്ച് ഒരു ആഴത്തിലുള്ള ഊർജ്ജ പ്രക്രിയയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഊർജ്ജത്തിൽ നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ഈ വികാരത്തിൽ ജീവിക്കുമ്പോൾ അതേ വികാരം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തിരിച്ചുവരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ എന്റെ സ്വപ്നങ്ങൾക്ക് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു വളരെ വ്യക്തമായ സൂചന അയക്കുന്നു. ഞാൻ തയ്യാറാണ്. ഞാൻ നേരത്തെ സമ്പന്നനാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് എന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. നന്ദി ഒരു കാന്തം പോലെയാണ്. അത് കാര്യങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയവും ഉത്കണ്ഠയും ഇല്ലായ്മയുടെ വികാരവും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യത്തിന് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിന്റെ ലഭ്യതയിലാണ്, കുറവിലല്ല. ലഭ്യതയിൽ ശ്രദ്ധിക്കുന്നവർ അത്ഭുതങ്ങൾ ജനിക്കുന്ന ഊർജ്ജം കൊണ്ട് സ്വയം നിറയ്ക്കുന്നു. ഇനിയൊരു രഹസ്യം അറിയുക. പ്രപഞ്ചത്തെ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കുന്ന വികാരം സത്യസന്ധവും ആഴത്തിലുള്ളതുമായ നന്ദിയാണ്. വെറും ചുണ്ടുകളിൽ നിന്ന് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദി. എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. അത് എന്റെ വഴിയിലാണ്. ഞാൻ അതിന് നേരത്തെ നന്ദിയുള്ളവനാണ് എന്ന് പറയുന്ന നന്ദി. ജീവിതത്തിൽ അസാധ്യമായതിനെ സാധ്യമാക്കിയ ആളുകളെല്ലാം ഈ വികാരം മനസ്സിലാക്കിയിരുന്നു. ഓപ്ര വിൻഫ്രെ പറയുന്നു, നിങ്ങളുടെ പക്കലുള്ളതിന് നിങ്ങൾ നന്ദിയുള്ളവരല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരിക്കലും ലഭിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ താൻ ഇതുവരെ കണ്ടുപിടിക്കാത്ത രഹസ്യങ്ങൾക്കായി എല്ലാ ദിവസവും സ്വയം നന്ദി പറഞ്ഞു. ഇത് വെറും ഭാഗ്യമല്ല, ഇത് സൃഷ്ടിയുടെ തരംഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആ വൈബ്രേഷനാണ്. നിങ്ങളൊരു ചെറിയ വാടകമുറിയിൽ താമസിക്കുമ്പോൾ പോലും ആ പുതിയ വീടിന് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വീടിനെ നേരത്തെ അംഗീകരിച്ചു എന്നതിന്റെ സൂചന അയക്കുന്നു. പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകാനുള്ള വഴികൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആ ബന്ധത്തിന് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം അതേ തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ തുടങ്ങുന്നു. അവർ ആ വികാരത്തിന് യോഗ്യരാണ്. നിങ്ങൾ എന്റേതായ വിജയത്തിന് നന്ദി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ അതേ സാഹചര്യങ്ങളുമായി കണ്ടുമുട്ടാൻ അനുവദിക്കുന്നു. അത് ആ വിജയത്തെ സാധ്യമാക്കുന്നു. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. നന്ദി ഇടവിട്ടു പോരാ, എല്ലാ ദിവസവും വേണം. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും കുറഞ്ഞത് 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. അത് ചെറുതാണെങ്കിലും. ഉദാഹരണത്തിന്, ആ ചൂടുള്ള ചായയ്ക്ക് നന്ദി, ഇന്നും എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ ശരീരത്തിന് നന്ദി, എന്റെ ഉള്ളിലുള്ള പ്രതീക്ഷയ്ക്ക് നന്ദി. ആവർത്തനത്തിന്റെ ശക്തി. നിങ്ങളുടെ തലച്ചോറ് ഒരു കല്ല് മതിലല്ല. അതൊരിക്കൽ നിർമ്മിച്ചാൽ പിന്നെ അതേപടി നിൽക്കില്ല. നിങ്ങളുടെ തലച്ചോറ് ഒരു പേശി പോലെയാണ്. നിങ്ങൾ എത്രത്തോളം അതിനെ ആവർത്തനത്തിലൂടെ പരിശീലിപ്പിക്കുന്നുവോ അത്രത്തോളം അത് ശക്തവും വേഗതയുള്ളതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായി മാറുന്നു. ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന അതിശയകരമായ പ്രക്രിയയിലൂടെ നമ്മുടെ തലച്ചോറിന് സ്വയം വീണ്ടും രൂപപ്പെടുത്താനും പുതിയ വഴികളുണ്ടാക്കാനും പഴയ ചിന്താഗതിയെ തകർത്ത് പുതിയ ചിന്താഗതിക്ക് ജന്മം നൽകാനും കഴിയും. എന്നാൽ ഇതിന് ഒരു കാര്യം മാത്രം മതി: തുടർച്ചയായ ദിവസേനയുള്ള ആവർത്തനം. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്വയം എന്തെല്ലാം കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പരാജയപ്പെടും, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എന്റെ ഭാഗ്യം മോശമാണ്, ഞാൻ ഇങ്ങനെയിരിക്കൂ. ഓരോ തവണയും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു നെഗറ്റീവ് പ്രോഗ്രാം സ്ഥാപിച്ചു. ഇപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ അനുമതിയില്ലാതെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ്. എന്നാൽ നല്ല വാർത്ത, എല്ലാ പ്രോഗ്രാമുകളും മാറ്റാൻ കഴിയും. എങ്ങനെ? പോസിറ്റീവ് റെപ്പറ്റീഷനിലൂടെ. എല്ലാ ദിവസവും, എല്ലാ രാവിലെയും, എല്ലാ രാത്രിയും നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ ശക്തനാണ്, ഞാൻ വിജയിയാണ്, ഞാൻ എന്റെ ജീവിതത്തിന്റെ നിർമ്മാതാവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു പുതിയ സിഗ്നൽ അയക്കുകയാണ്. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, ഇത് ന്യൂറൽ കമാൻഡുകളാണ്. നിങ്ങൾ എത്രത്തോളം ഇവ ആവർത്തിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ അവ നിങ്ങളുടെ മൈൻഡിൽ പതിയും. ഒരു കർഷകൻ എല്ലാ ദിവസവും നിലം ഉഴുതുമറിക്കുന്നതുപോലെ ഒരു ദിവസം അതിൽ വിളവുണ്ടാകുന്നു. അതുപോലെ നിങ്ങളുടെ ചിന്തകളുടെയും കൃഷി നടക്കുന്നു. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് വളരുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ ജീവിതത്തിൽ ഭയം, ആശയക്കുഴപ്പം, പരാജയം എന്നിവയുടെ വിളവുണ്ടാകും. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും പോസിറ്റിവിറ്റി, ആത്മവിശ്വാസം, ധൈര്യം, കാഴ്ചപ്പാട് എന്നിവ വിതച്ചാൽ ജീവിതത്തിൽ വിജയത്തിന്റെയും വ്യക്തതയുടെയും മരം വളരും. ഓരോ വിജയിയുടെയും പിന്നിൽ ഒരു ശക്തമായ ആവർത്തനം ഒളിഞ്ഞിരിക്കുന്നു. മഹത്തായ കളിക്കാർ ഗ്രൗണ്ടിൽ തിളങ്ങുന്നത് അവർക്ക് കഴിവുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർ ഒരു നീക്കം ആയിരക്കണക്കിന് തവണ ആവർത്തിച്ചതുകൊണ്ടാണ്. മഹത്തായ പ്രഭാഷകർക്ക് വാക്കുകളുള്ളതുകൊണ്ട് മാത്രമല്ല അവർ പ്രചോദിപ്പിക്കുന്നത്, മറിച്ച് അവർ എല്ലാ ദിവസവും സ്വയം പറഞ്ഞതുകൊണ്ടാണ്, എന്റെ ശബ്ദത്തിന് ലോകത്തെ മാറ്റാൻ കഴിയും.
നിങ്ങൾ സ്വയം മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ചിന്തകളെ ആവർത്തിക്കാൻ തുടങ്ങണം. ഒരു യോഗി ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും സാധന ചെയ്യുന്നതുപോലെ. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. നിങ്ങളുടെ തലച്ചോറ് പഴയ ഘടനയിലേക്ക് സ്വയം വലിക്കും. അത് പറയും, ഇതെല്ലാം വെറും കാണിക്കലാണ്, എന്ത് ഗുണമുണ്ടാകും? എന്നാൽ അതാണ് വെല്ലുവിളി. നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥ മാറ്റത്തിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ദിവസവും 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രം മതി. കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ എല്ലാ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടതെല്ലാം എന്റെ പക്കലുണ്ട്. എന്റെ ഭാവി ശോഭനമാണ്, ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ കാര്യങ്ങൾ അനുഭവിക്കുക. വെറുതെ പറയരുത്. അവയുടെ ഊർജ്ജത്തിൽ ജീവിക്കാൻ തുടങ്ങുക. ഇതിനൊപ്പം നിങ്ങൾക്ക് ചെറിയ പരിശീലനങ്ങളും ചേർക്കാം. ഉദാഹരണത്തിന് പോസിറ്റീവ് ജേർണലിംഗ്. എല്ലാ ദിവസവും 3 നല്ല കാര്യങ്ങൾ എഴുതുക. മൈൻഡ്ഫുൾ ബ്രീത്തിംഗ്, വിഷ്വലൈസേഷൻ. നിങ്ങൾ ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ ദിശയിൽ നീങ്ങാൻ തുടങ്ങുന്നു. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എതിരെയല്ല എന്ന് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ശാന്തമായ വിശ്വാസത്തിന്റെ ശക്തി. നിങ്ങൾ ഒരു കാര്യത്തെ വളരെയധികം ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ അസ്വസ്ഥനായി, ഭ്രാന്തമായി അതിന്റെ പിന്നാലെ ഓടുമ്പോൾ, ആ കാര്യം നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുപോകുന്നത് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് യാദൃച്ഛികമല്ല. ഇത് ഊർജ്ജത്തിന്റെ നിയമമാണ്. സൂപ്പർ കോൺഷ്യസ് മനസ്സുവാക്കുകളോടെയല്ല, നിങ്ങളുടെ വൈകാരിക ഫ്രീക്വൻസിയോടാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഭയത്തോടെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം എന്റെ പക്കലില്ല എന്ന തരംഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. യാചനയുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന് ഈ സിഗ്നൽ നൽകുന്നു. എന്റെ പക്കലില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പ്രപഞ്ചം ആ വികാരത്തെയാണ് പിടിക്കുന്നത്, വാക്കുകളെയല്ല. നിങ്ങൾ മുകളിൽ നിന്ന് പറയുന്നു, എനിക്കിത് വേണം, എന്നാൽ ഉള്ളിൽ നിന്ന് പറയുന്നു, ഇതെനിക്ക് ലഭിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ വൈരുദ്ധ്യമുള്ള അവസ്ഥയിൽ സൂപ്പർ കോൺഷ്യസ് ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തനും നിർഭയനും വിശ്വാസത്തിൽ നിറഞ്ഞവനുമാകുന്നതുവരെ അത് നിശബ്ദമായിരിക്കും. യഥാർത്ഥ ശക്തി ജനിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ്, എനിക്കിത് വേണം, പക്ഷെ ഇപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പോലും ഞാൻ തകർന്നിട്ടില്ല. ശരിയായ സമയമാകുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത് എനിക്ക് ലഭിക്കും, പക്ഷേ ഞാൻ ഇതിനുവേണ്ടി കേണപേക്ഷിക്കില്ല, കാരണം എന്റെ ഊർജ്ജത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ നിങ്ങൾ ആ തലത്തിലെത്തുന്നു. അവിടെ നിന്ന് അത്ഭുതങ്ങൾ തുടങ്ങുന്നു. സൂപ്പർ കോൺഷ്യസ് മനസ്സിന് ഒരു പരിഭ്രാന്തിയും ആവശ്യമില്ല. അതിന് വ്യക്തത, ക്ഷമ, ആഴത്തിൽ നിന്ന് വരുന്ന വിശ്വാസം എന്നിവയാണ് വേണ്ടത്. നിങ്ങൾ ശാന്തനായി നിങ്ങളുടെ ലക്ഷ്യം കാണുമ്പോൾ നിങ്ങൾ അതിന്റെ കാന്തമായി മാറുന്നു. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം പറയുന്നു, ഞാനിതിന്റെ കുറവിലല്ല, അതിന്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് പ്രപഞ്ചത്തെ ചലിക്കുന്ന ആ വൈബ്രേഷൻ. ഈ ശാന്തമായ വിശ്വാസത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമെടുക്കുക. നദിയെ നോക്കൂ. അത് ശാന്തമായി ഒഴുകുന്നു, എന്നാൽ അതിന് കല്ലുകളെപ്പോലും ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. അതുപോലെ പുറത്ത് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന, ആവശ്യപ്പെടുന്ന, പരിഭ്രാന്തരാകുന്ന ആളുകൾക്ക് ആഴം കുറവാണ്. എന്നാൽ ഉള്ളിൽ സ്ഥിരതയുള്ള, ശ്രദ്ധ കേന്ദ്രീകരിച്ച, ശാന്തരായ ആളുകൾക്ക് യഥാർത്ഥ ആകർഷണ ശക്തിയുണ്ട്. ഒരു കർഷകൻ വിത്ത് നട്ടശേഷം വിത്ത് വളരുന്നുണ്ടോ എന്ന് കാണാൻ എല്ലാ ദിവസവും മണ്ണ് കുഴിക്കാറില്ല. അതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തെ എല്ലാ ദിവസവും ഭയന്ന് മാന്തിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ഊർജ്ജത്തെയും ഈ വിശ്വാസത്തിൽ നിലനിർത്തിയാൽ മതി, ഞാൻ വിത്ത് നട്ടുകഴിഞ്ഞു, ഫലം തീർച്ചയായും വരും. ഇതാണ് സറണ്ടർ വിത്ത് കോൺഫിഡൻസ് എന്ന വികാരം. നിങ്ങൾ കീഴടങ്ങുകയല്ല, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. നിങ്ങൾ യാചിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. അത് വെളിപ്പെടുന്ന സമയം മാത്രം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജോലി ശാന്തമായിരിക്കുക, സജീവമായിരിക്കുക, വിശ്വാസത്തിൽ തുടരുക. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, നിങ്ങൾ അതേ ശാന്തതയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ഈ ലോകം തന്റെ പിന്നാലെ ഓടാത്തവർക്ക് എല്ലാം നൽകുന്നു, മറിച്ച് അത്രയും ശാന്തതയോടും വ്യക്തതയോടും കൂടി നിൽക്കുന്നവർക്ക് പ്രപഞ്ചം സ്വയം അവരുടെ വാതിലിൽ മുട്ടുന്നു. അതിനാൽ ഓർക്കുക, ഭയത്തിൽ ചെയ്യുന്ന ആഗ്രഹം താമസം വരുത്തുന്നു, ശാന്തതയിൽ ചെയ്യുന്ന ആഗ്രഹം അത്ഭുതങ്ങൾ വരുത്തുന്നു. ഉറങ്ങിക്കിടക്കുന്ന പ്രതീക്ഷകൾ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ എന്നിവയെല്ലാം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയതാണെന്ന്. നേരത്തെ എന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഇത് പ്രവർത്തിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ ശക്തികൾ ഓരോ മനുഷ്യനും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്, അവർ ഏതവസ്ഥയിലാണെങ്കിലും. ഇത് തെളിയിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റും നടക്കുന്ന കഥകളാണ്. നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല. ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില കഥകൾ പറയാൻ പോകുന്നു. അവ വെറും കഥകളല്ല, മറിച്ച് ഉണർന്നിരിക്കുന്ന പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ ഇവയിലൊന്ന് നിങ്ങളുടെ കഥയുമാകാം. മുംബൈയിലെ ഒരു ചേരിയിൽ ജനിച്ച ഒരു കുട്ടിയുടെ കഥയിൽ നിന്ന് തുടങ്ങാം. അവന്റെ പേര് വികാസ്. അവന്റെ പക്കൽ പണമോ നല്ല വസ്ത്രങ്ങളോ വലിയ കുടുംബപ്പേരോ ഉണ്ടായിരുന്നില്ല.
എന്നാൽ അവന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, കോടീശ്വരനാകാനുള്ള സ്വപ്നം. എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ നിശബ്ദമായി കണ്ണുകളടച്ച് ഒരു ആഡംബര ഓഫീസിൽ ഇരിക്കുന്നതായി കണ്ടു. വലിയ ഡീലുകൾ തന്റെ മുന്നിൽ നടക്കുന്നുണ്ടെന്ന് അവൻ അനുഭവിക്കുന്നു. തനിക്ക് ഒരു ആഡംബര കാറുണ്ടെന്ന് അവൻ അനുഭവിക്കുന്നു. തന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ വഴിമാറുന്നു. അവൻ വെറും ഭാവനയല്ല ചെയ്തത്, അവൻ അത് അനുഭവിക്കുകയായിരുന്നു. അവൻ ആ സ്വപ്നത്തിൽ അത്രയധികം ആവേശത്തോടെ ജീവിച്ചു. അവന്റെ തലച്ചോറും പ്രപഞ്ചവും അതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് വികാസ് ശരിക്കും ഒരു കോടീശ്വരനാണ്. അവന് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ കണ്ണുകളിൽ കണ്ട അതേ കാർ അവൻ ഓടിക്കുന്നു. ഇനി ബീഹാറിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള റിയയെക്കുറിച്ച് പറയാം. അവളുടെ സ്വപ്നം ലോകം മുഴുവൻ സംസാരിക്കാനും ആളുകളെ പ്രചോദിപ്പിക്കാനുമായിരുന്നു. പക്ഷേ അവളുടെ വഴി എളുപ്പമായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും മത്സര പരീക്ഷകളിൽ പരാജയപ്പെട്ടു. ആളുകൾ ചിരിച്ചു, കുടുംബം കുറ്റപ്പെടുത്തി, സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയി. പക്ഷേ അവൾ തോൽവി സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു, ഞാനത് ചെയ്യും. എല്ലാ ദിവസവും അവൾ സ്വയം പറഞ്ഞു, ഞാനൊരു അന്താരാഷ്ട്ര മോട്ടിവേഷണൽ സ്പീക്കറാണ്. അവൾ സംസാരിക്കുന്നത് പരിശീലിച്ചു, റെക്കോർഡിംഗുകൾ കേട്ടു, കണ്ണാടിയിൽ നോക്കി സംസാരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവളെ കേൾക്കുന്നതുപോലെ. അവളുടെ സൂപ്പർകോൺഷ്യസ് മൈൻഡ് ഈ സ്വത്വത്തെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്തിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവൾക്ക് ആദ്യത്തെ ടെഡ് ടോക്ക് ലഭിച്ചു. ഇന്നവൾ 5 രാജ്യങ്ങളിൽ പോയി. അവളുടെ വാക്കുകൾ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ മാറ്റിമറിച്ചു. ഇതുപോലുള്ള അസംഖ്യം കഥകളുണ്ട്. ഒരു റിക്ഷാക്കാരന്റെ മകൻ UPSC ടോപ്പ് ചെയ്തു. 45-ാം വയസ്സിൽ ഒരു വീട്ടമ്മ ബിസിനസ് തുടങ്ങി. ഇന്ന് 10 കോടിയുടെ കമ്പനി നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാർക്കറ്റർമാരിൽ ഒരാളായി മാറിയ ഒരു സ്കൂൾ ഉപേക്ഷിച്ചവൻ. ഈ ആളുകളെല്ലാം സൂപ്പർ ഹീറോകളായിരുന്നില്ല. അവർക്ക് അമാനുഷിക ശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേയൊരു വ്യത്യാസം മാത്രം, അവരുടെ ഉള്ളിലെ ലോകം പുറം ലോകത്തേക്കാൾ വലുതായിരുന്നു. അവർ ആദ്യം തങ്ങളുടെ ഉള്ളിൽ വിശ്വാസം സൃഷ്ടിച്ചു, എന്നിട്ട് പുറം ലോകം അവർക്ക് മറുപടി നൽകി. ഓരോ കഥയും ഒരു പാറ്റേൺ പറയുന്നു. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവർ അത് നേരത്തെ തങ്ങളുടേതാണെന്ന് അനുഭവിക്കുകയും ചെയ്തു. അവർ ദിവസവും തുടർച്ചയായി ക്ഷീണിക്കാതെ ആവർത്തിച്ചു. സാഹചര്യങ്ങൾ എങ്ങനെയുമായാലും അവർ വിട്ടുകൊടുത്തില്ല. സൂപ്പർ കോൺഷ്യസ് മനസ്സ് പോരാട്ടത്തിന്റെ നടുവിലും അതിനെ സജീവമായി നിലനിർത്തുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എനിക്ക് ഈ പുസ്തക സംഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.